ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു ഹെയർ പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ, ഇലകളൊക്കെ കൊണ്ട് തയ്യാറാക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവ് എടുക്കാം. ഒരു 5-6 ചെമ്പരത്തിപ്പൂവ് പറിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം കറ്റാർവാഴയാണ്. അപ്പോൾ അതിൻ്റെ 2 ലീഫും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ലീഫ് എടുത്താൽ മതിയാവും. കറ്റാർവാഴ നല്ല തണുപ്പുള്ളൊരു വസ്തു ആയതുകൊണ്ട് ഈ പാക്കിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. പനിക്കൂർക്കയുടെ ഇല ഒരു 3-4 ഇല ഇതേപോലെ എടുത്താൽ മതി. പിന്നെ ആവശ്യം കറിവേപ്പിൻ്റെ ഇലയാണ്. കറിവേപ്പില ഒരു 3 തണ്ടോളം വേണ്ടി വരും. മുടിക്ക് കറുപ്പ് നിറമൊക്കെ കിട്ടാനും ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഒരു 3 തണ്ട് മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഇതേപോലെ തന്നെ ഒരു 3 തണ്ടോളം പറിച്ചെടുക്കുക. ഇത് ഇത്രയും മതിയാവും. അരിവേപ്പിൻ്റെ ഇല താരൻ, പാൻ ഒക്കെ ശല്യം മാറാൻ നല്ലതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. ആദ്യമായിട്ട് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് കറ്റാർവാഴ മുറിച്ച് വെള്ളത്തിലിട്ട് കറ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഒരു ബൗളിലേക്ക് അതിൻ്റെ ജെല്ല് മാറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ ജെല്ലിങ്ങനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് കോരിയെടുത്താൽ മതിയാവും. ഞാൻ ഇവിടെ ഒരു 2-3 പീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ പീസുകളുടെയും ജെല്ലെടുക്കണം. അതിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ജെല്ലാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലകളും കൂടാതെ അതിലേക്ക് ഒരു 5-6 പീസ് ചെറുള്ളിയും ചേർക്കുന്നുണ്ട്. ഇലകളൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി ഇടാം. അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെറുതാക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, പനിക്കൂർക്കയുടെ ഇല അത് ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നന്നായി അരച്ചെടുക്കണം. അതുതന്നെയാണ് പാക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജെല്ലും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അരച്ചെടുത്ത ഈ പാക്ക് നമുക്ക് തലയിൽ, ഓട്ടിയിൽ, തലയുടെ സ്കാൽപ്പിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. തലോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഹെയറിലും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ ഇട്ട് നിന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് കഴുകി കളഞ്ഞാൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.